2026 എന്ന വർഷം ലോകത്തിന് എന്ത് കരുതി വെച്ചിരിക്കുന്നു? കാലത്തിന്റെ പുസ്തകത്തിലെ ആ താൾ മറിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് പ്രതീക്ഷയുടെ പുലരിയാണോ അതോ ഭയത്തിന്റെ ഇരുണ്ട രാത്രിയാണോ? ഈ ചോദ്യം ഇന്ന് ലോകമെമ്പാടും അലയടിക്കാൻ കാരണമുണ്ട്. ആ രണ്ട് മഹാപ്രവാചകർ, രണ്ട് കാലഘട്ടങ്ങളിൽ ജീവിച്ച ഒരേ വർഷത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ. ആധുനിക നോസ്ട്രഡാമസ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അത്തോ സലാമിയും പതിറ്റാണ്ടുകൾക്ക് മുന്നേ ചരിത്രത്തിന്റെ ഗതി നിർണയിച്ച ബാബ വാങ്കയും. അവരുടെ ദർശനങ്ങളിൽ 2026 ഒരുപോലെ ഇരുണ്ടതും ഭയാനകവും നിർണായകവുമാണ്. ബ്രസീലിന്റെ മണ്ണിൽ നിന്നും ചെയ്ത ജീവിച്ചിരിക്കുന്ന നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന അത്തോ സലോമി എന്ന 39-കാരനായ പ്രവാചകന്റെ വാക്കുകൾക്ക് ലോകം ഇന്ന് കാതോർക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് പിന്നിൽ കേവലം അവകാശവാദങ്ങളല്ല, മറിച്ച് കാലം ശരിവെച്ച മുന്നറിയിപ്പുകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ നാം എന്തിന് ഗൗരവമായി കാണണം? മുൻകാലങ്ങളിലേക്ക് നോക്കുക. കോവിഡ് മഹാമാരി ലോകത്തെ ആകെ നിശ്ചലമാക്കുകയും ലക്ഷക്കണക്കിന് ജീവനുകൾ കവരുകയും ചെയ്യുന്ന ഒരു മഹാമാരിയുടെ വരവ് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യം 2022 എലിസബത്ത് രാജ്ഞിയുടെ ചരിത്രപരമായ യുഗാന്ത്യം അദ്ദേഹം കൃത്യമായി പ്രവചിച്ചുവെന്ന് ലോകം വിശ്വസിക്കുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഈ രക്തച്ചൊരിച്ചിൽ അവസാനിക്കുന്നില്ലെന്നും സമാധാന ശ്രമങ്ങൾ വിഫലമാവുമെന്നും ഇരുപക്ഷത്തും വ്യക്തമായ ഒരു വിജയം ഉണ്ടാകില്ലെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രവചനം എത്രത്തോളം ശരിയായിരുന്നുവെന്ന് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി 2026 അദ്ദേഹം നീട്ടുന്ന വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാം. അത്തോ സലാമിയുടെ ദർശനത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധഭൂമി 2026 നിശബ്ദമാകില്ല. എന്നാൽ അതിലുപരി ഉക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അദ്ദേഹം ഒരു അപകട സൂചന നൽകുന്നുണ്ട്. അടുത്ത ലക്ഷ്യം നിങ്ങളാകാം. എന്നാൽ ലോകത്തെ മുൾമുനയിൽ നിർത്തുന്ന യഥാർത്ഥ ഭീഷണി കിഴക്കൻ ഏഷ്യയിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്. ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി ആളിക്കത്തും. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സൈനിക കേന്ദ്രം ഏഷ്യയിലേക്ക് മാറുന്നതിന്റെ ആദ്യ പ്രകമ്പനമായിരിക്കും ഇത്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വിത്തുകൾ അവിടെയാണ് അദ്ദേഹം കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ബട്ടൺ ഞെക്കിയാൽ ലോകം നിശ്ചലമാക്കാൻ സാധിക്കുമെന്ന്? അത്തോ സലോമി പറയുന്നത് അതാണ് 2026 നമ്മൾ നേരിടാൻ പോകുന്ന ഭീഷണി എന്നാണ്. യുദ്ധം നടക്കുന്നത് ഇനി ആകാശത്തും കടലിലും മാത്രമല്ല, സൈബർ ലോകത്തു കൂടിയാണ്. ലോകത്തെ സാമ്പത്തികമായി തകർക്കാനും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനും ശേഷിയുള്ള സൈബർ ആക്രമണങ്ങൾ വ്യാപകമാകും. ലോകകപ്പ് ഫുട്ബോൾ പോലുള്ള ആഗോള ആഘോഷങ്ങളെ പോലും അട്ടിമറിക്കാൻ ശേഷിയുള്ള അദൃശ്യനായ ഒരു ശത്രുവാണ് നമുക്ക് മുന്നിലുള്ളത്. മനുഷ്യന്റെ ചെയ്തികൾക്ക് പ്രകൃതി മറുപടി നൽകുന്ന വർഷമായിരിക്കും 2026. ആഗോള താപനം ഒരു യാഥാർത്ഥ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യൂറോപ്പിലെ മണ്ണിൽ പ്രകൃതിയുടെ രോഷം കത്തിയെരിയും. ഗ്രീസ് പോലുള്ള രാജ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉഷ്ണതരംഗങ്ങൾക്ക് സാക്ഷിയാവും. വരൾച്ചയും കാട്ടുതീയും മനുഷ്യജീവിതം ദുസ്സഹമാക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ഇരുണ്ട ദർശനങ്ങൾക്കിടയിലും അത്തോസ് ഒരു വെളിച്ചം ബാക്കി വെക്കുന്നുണ്ട്. മനുഷ്യരാശിയുടെ ഏറ്റവും പ്രതിസന്ധികൾക്കിടയിൽ ഏറ്റവും മുന്നേറ്റങ്ങളും സംഭവിക്കും. ആരോഗ്യ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ 2026 ഒരു കുതിച്ചുചാട്ടത്തിന്റെ വർഷമായിരിക്കും. തലമുറകളെ വേട്ടയാടിയ പല മാരക രോഗങ്ങൾക്കും ചികിത്സ കണ്ടെത്തും. മനുഷ്യന്റെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ നടക്കും. അത്തോ സലാമി നമുക്ക് മുന്നിൽ തുറന്നുവെക്കും ഇരുട്ടും വെളിച്ചവും നിറഞ്ഞ ഒരു ഭാവിയാണ്. എന്നാൽ ബാൽക്കൺ പർവ്വതനിരകളിൽ നിന്നും ഉയർന്നു വന്ന ഒരു ശബ്ദം പതിറ്റാണ്ടുകൾക്ക് മുന്നേ മൺമറഞ്ഞ ഒരു പ്രവാചകിയുടേതാണ്. ഇത്തരം പ്രതീക്ഷകളുടെ കണികകളെ പോലും ഊതിക്കെടുത്തുന്നതാണ് ബാബ വാങ്കയുടെ ലോകം. ഇതിലും എത്രയോ ഇരുണ്ടതാണ്. വംശാവലിയോ അധികാരമോ ഇല്ലാതെ ചരിത്രത്തിന്റെ താളുകളിൽ സ്വന്തം പേര് കോറിയിട്ട ബൾഗേറിയൻ സന്യാസിനി വങ്കേലിയ പണ്ടേവ ഗുസ്തരാവോ. ലോകം അവരെ ഭയത്തോടെയും ആദരവോടെയും വിളിച്ചു ബാബ വാങ്ക. 12-ാം വയസ്സിൽ ഒരു മഹാ ചുഴലിക്കാറ്റിൽപ്പെട്ട് പുറം ലോകത്തെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അവർക്ക് കാലത്തിന്റെ അതീതമായ ഒരു ഉൾക്കാഴ്ച ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1996 അവർ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ഒരു നിഴൽ നമ്മെ പിന്തുടരുന്നു. അവ കെട്ടുകഥകളല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ ചരിത്രം തന്നെ സാക്ഷിയാണ്. ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, സെപ്റ്റംബർ 11 ആക്രമണം, റഷ്യൻ അന്തർവാഹിനി കുസ്കിന്റെ പതനം, വ്ളാഡിമിർ പുടിൻ ലോക നേതാവായുള്ള ഉയർച്ച, ഇതൊക്കെ ബാബ വാങ്കയുടെ പ്രഡിക്ഷൻസ് ആയിരുന്നു. 2026 കുറിച്ചുള്ള അവരുടെ ദർശനങ്ങൾ ഒരു ലോകാവസാന സിനിമയുടെ തിരക്കഥ പോലെ ഭയാനകമാണ്. മൂന്നാം ലോക മഹായുദ്ധം. അത്തോ സലോമി ഒരു സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ ബാബ വാങ്ക ഒരു സംശയത്തിനും ഇട നൽകാതെ പ്രഖ്യാപിക്കുന്നു 2026 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കും. അമേരിക്ക, റഷ്യ, ചൈന എന്നീ വൻ ശക്തികൾ തമ്മിലുള്ള അധികാര വടംവലിയാണ് ലോകത്തെ ആ വിനാശത്തിലേക്ക് തള്ളിവിടുക. ഈ യുദ്ധത്തോടെ ആഗോള ശക്തിയുടെ അച്ചുതണ്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഏഷ്യയിലേക്ക് മാറും. മനുഷ്യനെ കീഴടക്കുന്ന AI, മനുഷ്യൻ സൃഷ്ടിച്ച ബുദ്ധി മനുഷ്യന് നേരെ തിരിയുന്ന ഒരു കാലം. വർഷങ്ങൾക്ക് മുമ്പേ ബാബ വാങ്ക ആ ഭയാനകമായ ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ നിയന്ത്രണങ്ങളെ ഭേദിച്ച് സ്വന്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതോടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. സൃഷ്ടാവിനെ വെല്ലുവിളിക്കുന്ന സൃഷ്ടിയുടെ കഥയാണ് അവർ പറയുന്നത്. മറ്റൊന്ന് അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കമാണ്. ഏറ്റവും വിചിത്രവും അവിശ്വസനീയമായ പ്രവചനം ഇതാണ്. നവംബർ 2026 മനുഷ്യരാശി പ്രപഞ്ചത്തിൽ തനിച്ചല്ല എന്ന സത്യം തിരിച്ചറിയും. ആ അന്യഗ്രഹ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുമെന്ന് അവർ പ്രവചിച്ചതായി കരുതപ്പെടുന്നു. മഹാദുരന്തങ്ങൾ, യുദ്ധവും സാങ്കേതിക ഭീഷണിയും മാത്രമല്ല,
മാത്രമല്ല ഭൂമി തന്നെ മനുഷ്യനോട് കണക്ക് ചോദിക്കും. ശക്തമായ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, സർവ്വതും വിഴുങ്ങുന്ന മഹാപ്രളയങ്ങൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ 7% മുതൽ 8% ഭാഗങ്ങളെ തുടച്ചു നീക്കാൻ ശേഷിയുള്ളതായിരിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ബാബ വാങ്കയുടെ ലോകം ഇരുണ്ടതാണ്, പ്രതീക്ഷയുടെ കണികളില്ലാത്തത്. എന്നാൽ രണ്ട് പ്രവാചകരും ഒരേ വർഷങ്ങളെക്കുറിച്ച് ഇത്രയധികം സമാനമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കിതെങ്ങനെ അവഗണിക്കാനാവും? രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവർ. എന്നിട്ടും 2026 കുറിച്ച് അവർ വരച്ചിടുന്ന ചിത്രം ഏതാണ്ട് ഒന്നു തന്നെ. ഇത് കേവലം യാദൃശ്ചികമാണോ, അതോ കാലം നമുക്ക് നൽകുന്ന ഗൂഢമായ മുന്നറിയിപ്പാണോ? അവരുടെ ദർശനങ്ങളിലെ ഞെട്ടിക്കുന്ന സമാനതകൾ ഒന്ന് പരിശോധിക്കാം. ആഗോള സംഘർഷം. ഇരുവരും ഒരു ആഗോള യുദ്ധത്തിന്റെ കാർമേഘത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യൂറോപ്പിലെ സംഘർഷങ്ങളും ചൈന തായ്വാൻ പ്രതിസന്ധിയും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്ന് ഇരുവരും തിരിച്ചറിയുന്നു. എന്നാൽ അത്തോസ് ഒരു സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോൾ ബാബ വാങ്ക അതിനെ സംശയലേശമന്യേ മൂന്നാം ലോക മഹായുദ്ധം എന്ന് തന്നെ മുദ്രകുത്തുന്നു. ഒന്ന് അപകട സാധ്യതയാണെങ്കിൽ മറ്റൊന്ന് ഒരു പ്രഖ്യാപനമാണ്. സാങ്കേതിക വിദ്യയുടെ ഇരുണ്ട വശം. സാങ്കേതിക വിദ്യയുടെ ഇരുണ്ട ഭാവിയെക്കുറിച്ച് ഇരുവരും മുന്നറിയിപ്പ് നൽകുമ്പോൾ അവരുടെ ദർശനങ്ങളുടെ വ്യാപ്തി നമ്മെ ഭയപ്പെടുത്തുന്നു. അത്തോസ് കാണിക്കുന്നത് ഒരു തന്ത്രപരമായ ഭീഷണിയാണ്, ലോകത്തെ സ്തംഭിപ്പിക്കുന്ന സൈബർ ആക്രമണങ്ങൾ. എന്നാൽ ബാബ വാങ്ക കാണുന്നത് അസ്തിത്വപരമായ ഒരു പ്രതിസന്ധിയാണ്. മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സൃഷ്ടാവിന് നേരെ തിരിയുന്ന നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലം. ഒന്ന് നമ്മുടെ ജീവിത ശൈലിയെയും മറ്റേ നമ്മുടെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്നു. പ്രകൃതിയുടെ കോപം. പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഈ സമാനതകൾ പ്രകടമാണ്. അത്തോസ് തന്റെ ദർശനം യൂറോപ്പിലെ കടുത്ത ഉഷ്ണതരംഗങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ ബാബ വാങ്ക കാണുന്നത് ഭൂഗോളത്തെ ആകെ പിടിച്ചുകുലുക്കുന്ന മഹാദുരന്തങ്ങളുടെ ഒരു പരമ്പരയാണ്. ഒരാൾ ഒരു പ്രദേശത്തെ ദുരന്തം പ്രവചിക്കുമ്പോൾ മറ്റൊരാൾ ലോകവ്യാപകമായ ഒരു ഉന്മൂലനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരേ കഥ, രണ്ടുപേർ, രണ്ട് വീക്ഷണകോണുകൾ. ഈ പ്രവചനങ്ങളിലെ സാമ്യം അവഗണിക്കാനാവാത്ത വിധം അസ്വസ്ഥതയുളവാക്കുന്നതാണ്. പ്രവചനങ്ങൾക്ക് ശാസ്ത്രീയമായി തെളിവുകളില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പ്രവാചകരുടെ വാക്കുകൾ പലപ്പോഴും തെറ്റിയിട്ടുമുണ്ട്. ഉദാഹരണത്തിന് 2010-2014 കാലഘട്ടങ്ങളിൽ ഒരു അണുവായുധ യുദ്ധം നടക്കുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ അത് സംഭവിച്ചില്ല. പിന്നെ എന്തിനാണ് ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നത്? കാരണം അവ കേവലം ഭാവനകളല്ല, മറിച്ച് നമ്മുടെ കാലഘട്ടത്തിന്റെ ഭയങ്ങളും ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഇന്നത്തെ ലോക വാർത്തകളും ഈ പ്രവചനം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടരുന്നു. ചൈന തായ്വാൻ സംഘർഷം അനുദിനം മൂർച്ഛിക്കുന്നു. ഒരു ചെറിയ തീപ്പൊരി മതി ഈ ആഗോള യുദ്ധം ആളിക്കത്താൻ. റെക്കോർഡ് ഭേദിക്കുന്ന താപനിലയും വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളും ഇന്ന് പത്രവാർത്തകളല്ല, അവയെല്ലാം നമ്മളുടെ അനുഭവങ്ങളാണ്. ഇലോൺ മസ്കിനെ പോലുള്ള സാങ്കേതിക ദീർഘദർശികൾ പോലും നിയന്ത്രണമില്ലാത്ത എഐയുടെ അപകടങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രവചനങ്ങളെ അന്ധമായി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവയെ ഒരു ശക്തമായ താക്കീതായി നമുക്ക് കാണാം. ഭയം സൃഷ്ടിക്കുക എന്നതിലുപരി ജാഗ്രത പുലർത്താൻ മനുഷ്യരാശിയെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇത്തരം മുന്നറിയിപ്പുകളുടെ യഥാർത്ഥ മൂല്യം. കൂടുതൽ സമാധാനപരവും സുസ്ഥിരപരവുമായ ഒരു ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ വാക്കുകൾ ഒരു പ്രചോദനമാകട്ടെ. അത്തോസ് അലോമിയുടെയും ബാബ വാങ്കയുടെയും ദർശനങ്ങൾ 2026 ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ നിർത്തുന്നു. ലോകം ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണോ, അതോ അതിന്റെ അന്ത്യത്തിലേക്കാണോ? ഇവയെല്ലാം വെറും കെട്ടുകഥകളാണോ, അതോ 2026 നേരിടാൻ മനുഷ്യരാശി തയ്യാറെടുക്കേണ്ടതുണ്ടോ? ഉത്തരം കാലത്തിന്റെ ഗർഭപാത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.